UDF ഭരിക്കുന്ന കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ധാരണ പ്രകാരം നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റായ കോൺഗ്രസ് സംഘം പാർട്ടി നിർദ്ദേശമുണ്ടായിട്ടും രാജിവെക്കാത്തതിനെ തുടർന്നാണ് മുസ്ലിം ലീഗ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. എങ്കിലും പഞ്ചായത്തിൽ കോൺഗ്രസ് ലീഗ് അസ്വാരസ്യമുള്ളതിനാൽ ഭരണത്തിൽ മുസ്ലിം ലീഗ് നിലപാട് നിർണായകമാകും. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. രാഹുൽ, എങ്ങനെയാണ് പഞ്ചായത്തിലെ നിലവിലെ ബലാബല പരീക്ഷണം? ഹാഷ്മി, കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ UDF മുന്നണി ധാരണ പ്രകാരം ആദ്യത്തെ 4 വർഷം കോൺഗ്രസിനും അവസാനത്തെ 1 വർഷം ലീഗിനുമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം. എന്നാൽ കാലാവധി കഴിഞ്ഞപ്പോൾ നിലവിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടുള്ള പോളി കാരക്കട സ്ഥാനമൊഴിയാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി ഈ പോളിയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ലീഗ് തന്നെ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ഇന്ന് നടന്ന അവിശ്വാസ പ്രമേയത്തിൽ കോൺഗ്രസിന്റെ 4 അംഗങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ 4-ഉം CPIM-ന്റെ 2-ഉം ലീഗിന്റെ 2-ഉം ഒരു സ്വതന്ത്രനുമടക്കം 11 പേരാണ് അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തത്. ഒരു കോൺഗ്രസ് അംഗത്തിന്റെ വോട്ട് അസാധുവായി. പോളി മാത്രമാണ് അവിശ്വാസത്തെ എതിർക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിലെ പ്രശ്നം എന്നത് ഈ ധാരണ പാലിക്കാത്തതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ലീഗ് കോൺഗ്രസിന് പിന്തുണ നൽകുമോ എന്നതാണ് ഇനി കാത്തിരിക്കേണ്ടത്. ലീഗ് പിന്തുണ നൽകിയില്ലെങ്കിൽ കോൺഗ്രസിന് ഭരണം നഷ്ടമാകുകയും ചെയ്യും. ലീഗിന്റെ പ്രാദേശിക നേതൃത്വവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ മുന്നണി ബന്ധം, അതായത് സംസ്ഥാന തലത്തിൽ ഒരു ധാരണയുണ്ടെങ്കിൽ കൂടി പ്രാദേശിക തലത്തിൽ ഈ ധാരണ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് നിലവിലെ തീരുമാനം. അങ്ങനെ വരികയാണെങ്കിൽ LDF-നോടൊപ്പം കൈകോർത്തുകൊണ്ടുള്ള ഒരു പഞ്ചായത്ത് ഭരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിലെന്തായാലും കൂടുതൽ ചർച്ചകൾ നടത്തുമെന്നാണ് LDF-ന്റെ പ്രാദേശിക നേതൃത്വവും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ പഞ്ചായത്തിൽ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ട് എന്ന് തന്നെ പറയാം. ഓക്കെ.